തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിൽ വൻ തീപിടുത്തം. 3 സ്കൂൾ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ഒരു ബസ് ഭാഗികമായി കത്തി. തീപിടുത്തത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. കഴക്കൂട്ടം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചെങ്കോട്ടുകോണം തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകൾക്കാണ് തീപിടിച്ചത്. സ്കൂളിലെ ഒരു സെക്യൂരിറ്റി മാത്രമാണ് ആ സമയം ഉണ്ടായിരുന്നത്. തീ ആളിക്കത്തുന്നത് കണ്ട് തൊട്ടടുത്തുള്ള അയൽവാസികളാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. കഴക്കൂട്ടം, ചാക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. 2 വലിയ ബസ്സുകളും ഒരു മിനി ബസ്സും പൂർണ്ണമായി കത്തിനശിച്ചു. മറ്റൊരു വലിയ ബസ് ഭാഗികമായും കത്തി. ആരോ മനഃപൂർവ്വം തീ കത്തിച്ചതാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഈ ട്രാവലർ ഈ ഭാഗത്ത് ഒതുക്കിയിരുന്നതാണ്. അപ്പോൾ അവിടുന്ന് വണ്ടി വന്നിട്ട് ഇതിൻ്റെ കൊണ്ട് ഇടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ കാണുമ്പോഴത്തേക്ക് ഈ ട്രാവലറിൻ്റെ ഫ്രണ്ടും കത്തി തുടങ്ങി, മറ്റേ വണ്ടിയുടെ സൈഡും കത്തി തുടങ്ങി. നല്ലൊരു ഒച്ചയായിട്ട് കഴിക്കുമ്പോഴാണ് ഇതാ കാണുന്നത്. പിന്നെ നിമിഷം കൊണ്ട് തന്നെ തീ ആളി അങ്ങ് പടരുകയായിരുന്നു. സെക്യൂരിറ്റി ഫോൺ ചെയ്യുമ്പോഴാണ് ആദ്യം അറിയുന്നത്. പിന്നെ നാട്ടുകാർ എന്നെ ഫോൺ ചെയ്തപ്പോഴാണ് അറിയുന്നത്. 2:45 ഈ സംഭവം നടന്നിട്ടുള്ളത്. ഒരു ട്രാവലർ ബസ് 10 മീറ്ററോളം മൂവ് ചെയ്ത് അടുത്ത പാർക്ക് ചെയ്തിരുന്ന ബസ്സിലോട്ട് കൊണ്ട് ഇടിക്കുകയായിരുന്നു. എന്നിട്ട് ഇതാരോ പർപ്പസ്ലി തീയിട്ടതാണ്. കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്കൂൾ അധികൃതരുടെ പരാതി കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. ഇതിൽ നിന്നും തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ MLA സ്ഥലം സന്ദർശിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.